വണ്ണം കൂട്ടാം, കുറയ്ക്കാം, നിറം വെപ്പിക്കാം, ഏതു ഗുരുതരമായ അസുഖവും ഒറ്റമൂലി കൊണ്ട് പരിഹരിക്കാം. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കറങ്ങി നടക്കുന്നുണ്ട്. ഇക്കൂട്ടരെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഒരു മൊബൈലും അതിൽ ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരോഗ്യകാര്യങ്ങളെപ്പറ്റി ടിപ്സ് നൽകാം. ഡോക്ടർ ആകണമെന്ന് പോലും നിർബന്ധമില്ലാത്ത അവസ്ഥ. സൗന്ദര്യ സംരക്ഷണത്തിലെ ടിപ്പുകളിലാണ് പലരും വീണു പോകുന്നത്. ശരിക്കുമുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടർമാരായിരിക്കും മെജോറിറ്റിയും. പലതരത്തിലുള്ള ചികിത്സാ രീതികളെക്കുറിച്ച് അവർ പറയും. എസ്പെഷ്യലി ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് ആഹാര രീതി, ഡയറ്റിലാണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആൾക്കാർ ചെലുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന എന്ത് വാർത്തയും വിശ്വസിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻസ് വരും. ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളിൽ നമുക്ക് ഉപദേശം തരുന്നവർക്ക് എന്തൊക്കെ യോഗ്യത വേണമെന്ന് കൂടി അറിഞ്ഞിരിക്കാം. എന്ത് ഡിഗ്രിയാണ് നിങ്ങൾക്കുള്ളത്, അതായത് അവർക്ക് രജിസ്ട്രേഷൻ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ കേരള മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത ഡിഗ്രികൾ മാത്രമാണ് പ്രദർശിപ്പിക്കേണ്ടതെന്നും വസ്തുതയാണ്. അത് മാത്രവുമല്ല, ഇത്തരം ഓൺലൈൻ പോർട്ടലുകളിലൂടെ രോഗികളെ ആകർഷിക്കുവാനോ അല്ലെങ്കിൽ ചികിത്സ നൽകുവാനോ ഉള്ള ശ്രമങ്ങൾ ചെയ്യാൻ പാടില്ല. ഹെൽത്ത് അവയർനെസ് കൊടുക്കാം. ഡോക്ടറുടെ നേരിട്ടുള്ള പരിശോധനയാണ് രോഗനിർണയത്തിലും ചികിത്സയിലും ഏറ്റവും സുപ്രധാനം. ഒരു കുടുംബ ഡോക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ്, എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഡോക്ടർ ഉണ്ടാവണം. എന്ത് അസുഖത്തിനും ആ ഡോക്ടറെ കാണുകയും ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മറ്റ് ചികിത്സാ മേഖലകളിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റികളിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തണം. വ്യാജ ഓൺലൈൻ ചികിത്സകൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം, സോഷ്യൽ മീഡിയയിലെ ഡോക്ടർമാർ എങ്ങനെ ഈ കാര്യങ്ങൾ ഇടപെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനനുസൃതമായിട്ട് മാത്രമേ രജിസ്ട്രേഷനുള്ള ഡോക്ടർമാർ പ്രവർത്തിക്കാവൂ. പിന്നെ മെഡിക്കൽ കൗൺസിലിൽ, കേരള മെഡിക്കൽ കൗൺസിലിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങളുണ്ടാകുന്ന വീഡിയോകളെക്കുറിച്ച് തീർച്ചയായിട്ടും പരാതി കൊടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള നിയമ നടപടികളും സ്വീകരിക്കാവുന്നതാണ്. ആരുടെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലെ ലൈക്കും വ്യൂസും ഒക്കെ കൂട്ടാനായി നമ്മുടെ സ്വന്തം ശരീരം വിട്ടുകൊടുക്കണമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.